എടുക്കാൻ പോകുന്ന സാരിയാണ് ഇവളുടെ മന്ത്രകോടിയാണ്. നമ്മൾ പുതിയൊരു സാരി നോക്കി, പക്ഷേ ഇതൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഇതെന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് അമ്മയ്ക്ക് പൊന്നു ഓണത്തിന് മേടിച്ചു കൊടുത്ത സാരിയാണ്. ഓണത്തിന് പൊന്നു വരുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയാണ്. അമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ അങ്ങനെ ഇതിൻ്റെ ബോർഡറൊന്നും അത്രയ്ക്ക് പിടിച്ചില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ട്. അപ്പോൾ കറക്റ്റ് ടൈമായപ്പോൾ ഞാനിങ്ങനെ അടിച്ചു പറ്റി. ആൻറ്റി ഇന്നെന്താ ഇവിടെ എന്നൂടെ വളക്കാം? ഞാൻ കൊള്ളത്തില്ലടി. കുഴപ്പമില്ല, അവളിവിടെ ഒരു ബുൾസ് കഴിക്കാൻ വേണ്ടി വന്നു. ന്യൂസാറിനെ കൊണ്ടാക്കിയിട്ട് അല്ലേ? ന്യൂസാറിന്റെ വൈഫിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ചേട്ടൻ ഭയങ്കര തീറ്റയാണ്. ഇങ്ങനെ ഇരിക്കുന്ന പോലെയല്ല ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് റിയൽ നിഷ. ഇനി ഒരുങ്ങിയിട്ട് വരുമ്പോ എല്ലാവർക്കും കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ചിരിക്കണ്ട, സൈഡിൽ പല്ലില്ല. ഞാൻ മമ്മൂക്കയാണ്. മമ്മൂക്കയ്ക്ക് സൈഡ് പല്ലില്ലല്ലോ. ഓ ശരിയാണ്, ഞാൻ മമ്മൂക്ക ഫാനാണ്. ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. ഞാനിപ്പോ എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു. ഓൾറെഡി സ്ട്രെയിറ്റ് ആണ്, പക്ഷെ റൂട്ട് നന്നായിട്ട് വന്നു തുടങ്ങിയപ്പോൾ കുറച്ച് സെറ്റ് ചെയ്തു. എൻ്റെ പൊന്നൊരു ട്രാൻസിഷൻ വീഡിയോ വാ. ഇറങ്ങിയിട്ടുണ്ട്. ഒരുങ്ങിയില്ല, ഒന്നും കൂടെ ഒരുങ്ങി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നേരത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നു. ഈ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഇൻട്രോ എടുക്കുന്ന കാര്യം ഓർത്തത്. ഇന്ന് പൊന്നിൻ്റെ 7ാം മാസത്തെ ചടങ്ങാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി. വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചെറിയൊരു ഇതാണ്. എന്നാലും നമ്മൾ ആഡംബരത്തിനൊന്നും കുറവുണ്ടാവരുത്. പക്ഷെ ഇവിടെ എന്നെക്കാട്ടി നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഒരാളോടെ നിൽപ്പുണ്ട്, കാണിച്ചു തരാം. എന്താ ചുണ്ടിലെന്താ ഗൈസ്? ഈ കൊച്ചാണ് നേരത്തെ വൃത്തിയില്ലാതെ നിന്നത്. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. കുഞ്ഞൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. നേരെ കറക്റ്റ് ആൻറ്റി ആയി. ഒന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പോവുകയല്ല. വിഷമമുണ്ടോ? ഗൈസ്, മെനങ്ങാന്നാണ് ഇവിടെ വന്നത്. മെനങ്ങാന്ന് രാത്രി ഇവിടെ വന്ന് ഇന്ന് പോകുന്നു. വെറുതെ പേരിനാണ് ഈ ചടങ്ങ് വയ്ക്കുന്നത്. ഹായ് അജൽ പ്രതാപ്, എപ്പോ വന്നു? എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ്? കാണിക്കും. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? സൂപ്പർ. ഞാൻ സാരിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോഗില്. ഡാൻസ് ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ്. പെണ്ണിന്റെ അനിയത്തിയുടെ പെണ്ണല്ലേ? പെണ്ണല്ല, കല്യാണം. ജന്നൽ. ഈ കുട്ടി ക്രിസ്ത്യൻ ഒരു സ്റ്റൈലാണ് പിടിച്ചേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ? ഇതെന്ത് ചെയ്ത് സ്ട്രെയിറ്റ് ആണോ തന്റെ കൂടി? ഓ വൈബ്. വയറുങ്ങാണ് വയറുക്കേക്കടി. ഇവിടെ എല്ലാവരും ഉണ്ട് ഗൈസ്. എന്താ ക്രിസ്ത്യൻ കല്യാണത്തിന് പോകുന്നതാണോ? നല്ല ഊള സാരിയുണ്ട്, പക്ഷെ ഷൈനി സ്റ്റൈൽ ചെയ്ത് എങ്ങനെയൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട്. കൊള്ളാം. എന്നെ പറ്റിയുള്ള അഭിപ്രായം പറയൂ. പറ്റി പറയൂ. ഞാൻ ഇനിയും വ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹം. നിങ്ങളെല്ലാം എന്റെ ഫാൻസ് അല്ലേ? ഗൈസ്, ഇതാണ് നമ്മുടെ ജഗുനു. ഹായ് പറ. ഹായ് പറ. സ്റ്റക്കായിട്ടിരിക്കണേ. ഗൈസ്, അടുത്ത മാസം നമ്മുടെ ആതിര മുരളിയുടെ വളകാപ്പ്. എന്റെ ബ്ലോഗ്. പക്ഷെ ഞാൻ അമ്മൂനെ വിളിക്കില്ല. അപ്പൊ ഞാൻ വരും, ഞാൻ സാരി എടുത്ത് വരും.
ഇടയ്ക്കിടയ്ക്ക് ഞാൻ വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്ന കാര്യം മറന്നു. ഇതാരാ മോഷ്ടിക്കാൻ വേണ്ടി വന്നാടാ. ഞാൻ വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു. അങ്ങനെ ഗ്രീഷ്മ മോഹന്റെ വളകാപ്പ് കഴിഞ്ഞു. എനിക്ക് വയറ് പോലും അതില് രാത്രി ഇടാൻ സെലക്ട് ചെയ്തെടുക്കല്ലേ. ഗൈസ് എന്നെ പോലെ അല്ല, അതിനവർക്ക് ഭയങ്കര ഫാൻസ് ആണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഈ ബ്ലോഗ് വീഡിയോ എടുക്കുന്ന ആളും എന്റെ അതെ യങ്ങായിട്ടുള്ള ആൾക്കാർ. ബ്യൂട്ടിഫുൾ കുഞ്ഞാണ്. വീട്ടിലെല്ലാവരും യങ്ങാണ്. തീറ്റയാണ് ഷൈനി. ഷൈനി എങ്ങനെയാണ് വളർത്തുന്നതിന്റെ ശാസ്ത്രം? പറഞ്ഞു ഷൈ ആണ് കേട്ടോ ഷൈനി. എല്ലാം അങ്ങോട്ട് മടക്കുമ്പോ നല്ല നല്ല ചടങ്ങുകൾ കാര്യങ്ങളും നമ്മുടെ വശത്തോട്ട് മണക്കുക. മരണാനന്തര ചടങ്ങുകളാണെങ്കിൽ നമ്മുടെ എതിർ ദിശയിലോട്ട് മണക്കുക. ഓക്കെ ശരി ശരിയായി. അത്രേ ഉള്ളൂ. ടാറ്റാ. ഞാൻ എടുത്തില്ല കേട്ടോ. പൊന്നു പോകുന്ന ഷൈനി പൊന്നിനി എന്നാണ് പൊന്നു പോണേ. വിഷമണ്ടാ? പൊന്നു പോകുന്നു ഗൈസ്. മരിക്കാൻ പോകുന്ന പൊന്നു പോയിന്റെ വിഷമത്തിൽ വണ്ടിയുടെ അടിയിൽ കയറാൻ നോക്കിയാണ് ഗൈസ്. ടാറ്റാ. എന്ന് കാണുമല്ലേ? ആ ഓക്കെ ബൈ. നമ്മളങ്ങനെ 30 മിനിറ്റ്സ് ട്രാവൽ ചെയ്തിട്ട് നമ്മളിവിടെ എത്തി. എത്ര ദൂരെ പോയതുപോലെ തോന്നുന്നു. ഗൈസ് അതാണ് എന്റെ വീട്. പൊന്നു വീണ്ടും ഇവിടെ വന്നു അല്ലേ? പൊന്നുവിനെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. എവിടെ പിന്നെ ഓവറാക്കുന്ന എന്തിന് ഇയാള്? വിഷയം ഫോട്ടോ നോർമൽ സെൽഫി അത്രേ ഉള്ളൂ. വിഷയം പറയാനില്ല. ബേബി മാത്രമാണ് മുണ്ടെടുത്തോണ്ട് വന്ന് എല്ലാരും പറ്റിച്ചല്ലേ ബേബി? പക്ഷെ കുഴപ്പമില്ല ബേബി. അത് തന്നെ കറക്റ്റ് ഔട്ട്ഫിറ്റ് ആണ്. ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഇടണം അല്ലേ? ഇവിടെ ബാൻഡ് ഇട്ടോണ്ട് ഇച്ചിരി മുടി എന്തോ അതെ. ഞാൻ രാവിലെ ഒരു വ്ലോഗ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോ ഞാൻ മറന്നുപോയി. ബേബി എന്റെ പ്രശ്നം ഇതാണ്, ഞാൻ എന്തെങ്കിലും വീഡിയോ എടുത്ത് തുടങ്ങിയാ പിന്നെ മറന്നു. തന്നെ കുഴപ്പമില്ല ബേബി. മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റാറുണ്ട് ഗൈസ്. അതൊന്ന് അവോയ്ഡ് ചെയ്യണം. പറഞ്ഞാലും ഇതിനൊരു ഫ്ലോ കാണൂല ഗൈസ്. അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഷോർട്സ് ആണ് ഞാൻ എടുത്തിരുന്നത്. കുഞ്ഞാറ്റ് രാവിലെ വന്നപ്പോ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പൊ ഏതോ ഒരു ആന്റിമാരെ പോലെ ഉണ്ട്. ഇത് ഏത് ആന്റി? രാവിലെ വന്ന കൊച്ചവിടെ? രാവിലെ വന്ന കൊച്ചവിടെ? പൊന്നി വെച്ച് കാരണം ഇങ്ങനെ വൃത്തിയില്ലാതെ ഒട്ടും വേണ്ടല്ലേ? ഒന്നും കഴിച്ചില്ല. വിശക്കണില്ല. ക്യാമറ ഒന്ന് മാറ്റാം. കല്യാണം വീട്ടിലൊക്കെ